130 ആണവായുധങ്ങൾ ഇന്ത്യയുടെ നെഞ്ച് പിളർക്കാൻ പാകിസ്ഥാൻ കരുതി വെച്ചേക്കുകയാണ്. ഇന്ത്യ പറയുന്നു പോയി തരത്തിൽ കളിക്കടാന്ന്. എന്താ സംഭവം? ഹനീഫ് അബ്ബാസി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ റെയിൽവേ മന്ത്രിയാണ് വീണ്ടും പ്രകോപനവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് 130 ആണവ ആയുധങ്ങളും മിസൈലുകളും ഇന്ത്യയുടെ ഹൃദയം തകർക്കാനായിട്ട് ഉന്നം പിടിച്ച് ഞങ്ങൾ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഞങ്ങൾ ഇത് വിന്യസിച്ചു കഴിഞ്ഞു. ലോകത്ത് ഒരു അന്വേഷണ ഏജൻസിക്കും സംഘത്തിനും ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്താ കാരണം? അതായത് സിന്ധു നദീജല കരാറിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയും പാകിസ്ഥാന് വെള്ളം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും. ആ യുദ്ധം എന്ന് പറയുന്നത് ആണവ യുദ്ധമാകുമെന്ന് ഇന്ത്യയെ ഭയപ്പെടുത്തുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പല നേതാക്കൾ, പല മന്ത്രിമാരടക്കമുള്ളവർ ഇത്തരം ഭീഷണി ഉയർത്തി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ അവിടുത്തെ ഈ റെയിൽവേയുടെ ചുമതലയുള്ള ഹനീഫ് അബ്ബാസി ഈ ഭീഷണി ഉയർത്തുന്നത്. അപ്പോൾ അവർക്ക് കയ്യിലുള്ള ഖോറി, ഷഹീൻ, ഗസ്നവി തുടങ്ങിയ മിസൈലുകളെല്ലാം തന്നെ ആണവ ആയുധങ്ങൾ വഹിക്കാൻ കഴിവുള്ളതാണ്. ഇവ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ അതിർത്തിയിൽ വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്നു. കരസേനയും വ്യോമസേനയും നാവികസേനയും ഏതാണ്ട് തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അവിടെ കാശ്മീർ സന്ദർശിക്കുകയും ആ കാര്യങ്ങളൊക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണം ഏത് രീതിയിലായിരിക്കുമെന്ന് പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ പഹൽഗാമിലുണ്ടായ സംഭവത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2ാം തവണയും രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ആക്രമണം ഞങ്ങൾക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, ശക്തമായ തിരിച്ചടി ഉണ്ടാകും, ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഗൂഢാലോചന നടത്തിയവരും സൂക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല, കാശ്മീരിനെ പഴയ സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തവരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. എൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ഹൃദയം തകർത്ത സംഭവമാണ് പഹൽഗാമിലുണ്ടായത്. ഞങ്ങൾ തിരിച്ചടി നൽകും. ആ തിരിച്ചടിക്ക് വേണ്ടിയിട്ട് INS അരിഹന്ത് തുടങ്ങിയ വിമാന വേദ കപ്പലുകൾ, നമ്മുടെ യുദ്ധക്കപ്പലുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കറിയില്ല, കഴിഞ്ഞ ദിവസം INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തി അല്ലേ? അപ്പോൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ പരീക്ഷണം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ പരീക്ഷണം ഞങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണവും ഞങ്ങൾ നടത്തുമെന്നൊരു മുന്നറിയിപ്പാണ് കൃത്യമായിട്ട് നമ്മൾ നൽകുന്നത്. അപ്പം റെയിൽവേ മന്ത്രിയായ ഈ ഹനീഫ് അബ്ബാസി ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്നത് ആദ്യമായിട്ടല്ല. മുമ്പും നമുക്ക് നേരെ ആണവ ആക്രമണ ഭീഷണി ഇയാൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞത്, ഞങ്ങൾ ഈ റെയിൽവേയുടെ ചുമതല മുഴുവൻ ആർമിക്ക് കൈമാറി. അതായത് ടാങ്കുകൾ, യുദ്ധമേഖലയിൽ ഉപയോഗിക്കേണ്ട വാഹനങ്ങൾ, ഇവയൊക്കെ കൊണ്ടുവരാൻ റെയിൽവേ മാർഗ്ഗം കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൈമാറി. അപ്പോൾ ഞങ്ങൾ ഇതിന് നേരെ ശക്തമായ ആക്രമണം നടത്തും. അതിനുശേഷം അസ്മ സെയ്ദ് ബുഖാനി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ വനിതാ മന്ത്രി അവർ പറയുകയാണ്, ഞങ്ങൾ പഴയതുപോലെയല്ല, കുറ്റങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഞങ്ങൾ ആക്രമണം നടത്തും. മാത്രമല്ല, അഭിനന്ദ് വർദ്ധമാൻ പണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കൊടുത്ത് വിട്ടു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി പാകിസ്ഥാൻ്റെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി നേതാക്കൾ, മന്ത്രിമാരൊക്കെ പ്രകോപനം നടത്തുകയാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, അവരുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും കൂടിയായ ഇഷാഖ് ദാർ ചൈനീസ് മന്ത്രിയായ വാങ് യുമായി കൂടിക്കാഴ്ച നടത്തി. അതായത് ടെലിഫോൺ സംഭാഷണമാണ്. ഇതിൽ ചൈനയുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചുവെന്നും ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ചൈനീസ് പിന്തുണ കിട്ടുമെന്നും പരോക്ഷമായി സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇസ്ലാമാബാദും ഇന്ത്യയിലെ ഡൽഹിയും ഒക്കെ സംയമനം പാലിക്കണം, ചൈന പറഞ്ഞു. അപ്പോൾ ചൈനയെ പതുക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ആണവായുധങ്ങൾ പാകിസ്ഥാന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അവരുടെ നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയില്ല. അപ്പോൾ ചൈന മുമ്പ് വാഗ്ദാനം നൽകിയിരുന്നു, യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന്. ഇവിടെ ഇപ്പോൾ ചൈനയുടെ ഒരു പിന്തുണ കിട്ടണം, ഇവർക്ക് ആവശ്യമാണ്. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ അവരുടെ പ്ലാനുകളെ തകർക്കും, അവിടുത്തെ വൈദ്യുതി ഇല്ലാതാക്കും, ഈ സാറ്റലൈറ്റ് ഫോണുകളെ തകർക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നമ്മൾ നടത്തുമെന്ന് അവർ ഭയപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് മേൽ സമ്മർദ്ദവുമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോദിയുടെ നിലപാട് എന്തായിരിക്കും ഊഹിക്കാവുന്നല്ലേ? തീർച്ചയായിട്ടും 130 ആണവ ആയുധങ്ങളൊന്നും വെച്ച് ഇന്ത്യയുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്നലെ ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ അഭിനന്ദ് വർദ്ധമാന്റെ പടം വച്ചിട്ട് അവിടെ പ്രതിഷേധിക്കാൻ വന്നവരുടെ മുന്നിൽ അഭിനന്ദ് വർദ്ധമാന്റെ കഴുത്തറുത്ത് കാണിക്കുന്നത്, ഇന്ത്യ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതിരോധിക്കാൻ വന്നാൽ അവരെയൊക്കെ തീർക്കുമെന്നുള്ളതിന്റെ ഒരു സൂചന നൽകുകയാണ്. ഇതൊക്കെ കണ്ട് ഇന്ത്യ മൗനത്തിലിരിക്കുന്നത് എന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ വികാരമല്ല, ഇവിടെ വിവേകമാണ് ആവശ്യമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ആദ്യം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തു, നയതന്ത്രപരമായ ഒരു പ്രഹരം പാകിസ്ഥാൻ നൽകി കഴിഞ്ഞു. അതിലൂടെ വെള്ളം കിട്ടാതെ ഓരോരുത്തരായി തീരുമ്പോൾ അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാകും.
ഇന്ത്യ ചിന്തിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പണി കൊടുക്കണ്ട, ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് നയതന്ത്ര പ്രേരം കൊടുത്താൽ മതി, പിന്നെ അവിടെ നാട്ടുകാർ തമ്മിൽ കിടന്ന് അടിച്ച് പിന്നെ ഭരണ സംവിധാനത്തെ തീർത്തോളും. എനിക്ക് തോന്നുന്നു സൈനിക മേധാവി നാട് വിട്ടുവെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്, ജീവനിൽ ഭയന്നുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ വികാരം കൊണ്ട് ഇവർ പറയുന്നതാണ്. ഇന്ത്യ എന്ത് ചെയ്യുമെന്നറിയാതെ ഭയപ്പാടിൽ പുലമ്പുന്നതാണ്, എന്തോ പിച്ചും പേയും ഒക്കെ പുലമ്പി വയ്ക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ പറയുന്നതിൽ ശരിയുണ്ട്, ഇതിന്റെ പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ തകർക്കാൻ ചൈന നോക്കി നിൽക്കുകയാണ്. കാരണം പാകിസ്ഥാനെ വളർത്തുന്നത് ചൈനയാണ്. ചൈന സാമ്പത്തികമായും ആയുധപരമായും പാകിസ്ഥാന് കാര്യങ്ങൾ നൽകുന്നുണ്ട്, പാകിസ്ഥാനെ വളർത്തുന്നുണ്ട്. മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ വിൽപ്പന നടക്കാൻ ഒരു യുദ്ധവും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ വലിയ ലോകശക്തിയായി വളരുന്നു, അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലും ഒരു യുദ്ധം പല രാജ്യങ്ങളും US, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെയാണ് ഓരോരുത്തരായി വന്നിട്ട് ഇന്നിപ്പോ റെയിൽവേ മന്ത്രി പറയുന്നു, നാളെ പ്രതിരോധ മന്ത്രി പറയുന്നു, മറ്റന്നാ പിന്നെ വഴി പോണവരും പറഞ്ഞവരും ഒക്കെ വിളിച്ചു പറയുന്നു ഇന്ത്യക്ക് ഞങ്ങൾ ആണവായുധം അയക്കും, ഇന്ത്യക്ക് നിങ്ങളെ പറഞ്ഞു നിൽക്കാതെ അയക്കണോ, കാണട്ടെ. ധൈര്യമില്ല. എന്താ അറിയോ, ഈ നമുക്ക് നേരത്തെ അറിയാലോ, ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വലിയൊരു യുദ്ധം നടന്നത് പാകിസ്ഥാനായിട്ട്. എവിടെയായിരുന്നു നടന്നത്? കാർഗിൽ. ഈ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 18 തവണ പാകിസ്ഥാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ ഇപ്പൊ ആണവായുധം അയക്കും, ഞങ്ങൾ ഇപ്പൊ ആണവായുധം. പക്ഷെ ധൈര്യമില്ല. കാരണം എന്താ അറിയോ, ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഒരുപാട് ആണവ കാര്യങ്ങളിൽ ആണവ ആയുധങ്ങൾ വരുന്ന ശക്തിയാണ്. ഇന്ത്യയുടെ കയ്യിൽ ഏതാണ്ട് 1000-ലധികം ആണവ ആയുധങ്ങൾ ഉണ്ടെന്നും 1 മണിക്കൂർ കൊണ്ട് പോലും നമുക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന ടെക്നോളജി ഉണ്ടെന്നും ചൈനയ്ക്കും പാകിസ്ഥാനും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അവർക്ക് മേൽ നടത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുന്നു. മാത്രമല്ല ഇന്ത്യക്ക് ചില ആണവ പോളിസികളുണ്ട്. നോ ഫസ്റ്റ് യൂസ്, ഒരു കാരണവശാലും നമ്മൾ ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല. അതുപോലെ നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്ക്, നമ്മളെ ഒരു രാജ്യം ആക്രമിച്ചാൽ നമ്മളുടെ ആക്രമണം ഏത് തരത്തിലായിരിക്കും എന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ആണവ ആയുധങ്ങളില്ലാത്ത രാജ്യത്തെ നമ്മൾ ആക്രമിക്കില്ല. പക്ഷേ ഇതൊക്കെ നമ്മളങ്ങ് മാറ്റിവെക്കും. കാരണം പാകിസ്ഥാൻ നമുക്ക് മേൽ തുടർച്ചയായി അതിക്രമങ്ങൾ നടത്തി വരുന്നു. ഈ കാർഗിൽ ഉൾപ്പെടെ 4 തവണയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം നടത്തിയത്. ഇതിൽ ഒരിടത്തും അവർ ജയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധമുന്നണിയുമായിട്ട് വന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ വാഗ അട്ടാരി മേഖലയിലെ അതിർത്തി ഇരു രാജ്യങ്ങൾ നമ്മളങ്ങ് അടച്ചു. അതുകൊണ്ട് നയതന്ത്ര വാണിജ്യ മേഖലകളിലെ ആ ഒരു കയറ്റിറക്ക് അത് പൂർണ്ണമായിട്ട് നിലച്ചു. ഇപ്പം എന്ത് സംഭവിച്ചു? പഞ്ചസാരയില്ല, അരിയില്ല, പച്ചക്കറിയില്ല, ജൈവവസ്തുക്കളില്ല, മെഡിസിൻ ഇല്ല. പാകിസ്ഥാൻ ആകെ തകർന്നിരിക്കുകയാണ്. എന്നിട്ടും പാകിസ്ഥാൻ നമ്മുടെ അടുത്ത് പറയുന്നത് അറിയാം, ഞങ്ങൾ വ്യോമപാത അടച്ചു, ഇനി നിങ്ങൾക്ക് വിമാനം ഇതുവഴി പറത്താൻ കഴിയില്ല. അപ്പോൾ വിമാന കമ്പനികൾക്ക് വൻ നഷ്ടം. 10 ദിവസം കൊണ്ട് ഇന്ത്യയിലെ വ്യോമയാന കമ്പനികൾ കുത്തുവാളയെടുക്കും. ഈ പറയുന്ന നേതാക്കൾ വീണ്ടും വെല്ലുവിളി ഉയർത്തുകയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, ഈ ലോകബാങ്കിനുള്ള കടം കൊടുക്കാൻ അതിന് പൈസയില്ല, വിഘടനവാദം, തീവ്രവാദം ഇതിനെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല. ഒപ്പം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജ് മേഖലയിൽ വലിയൊരു ആക്രമണം പ്ലാൻ ചെയ്യുന്നു. 7 പട്ടാളക്കാരെ വെടിവെച്ചു വന്നു. തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ അവിടെ ഈ തെഹ്രിക്ക ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന ആക്രമണം നടത്തുന്നു. അപ്പോൾ അവിടേക്ക് സൈന്യത്തെ വിന്യസിക്കുമോ, ഇന്ത്യയെ പ്രതിരോധിക്കാൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുമോ അവർക്കറിയില്ല. മാത്രമല്ല POKയെ ഒരു ബഫർ സോണായി കണ്ടുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇവരുടെ ആക്രമണം. ആ ബഫർ സോണിനെ പൊളിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുമായി കൂട്ടുകൂടി എന്തെങ്കിലും തരത്തിലുള്ള ആണവ ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്താൻ തീരുമാനിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന് താങ്ങാൻ പറ്റുമോ? ഇല്ല, പാകിസ്ഥാൻ ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഈ പിച്ചുമ്മയും പറയുന്നതല്ലാതെ മറ്റേ ഏതോ സിനിമയിൽ പിന്നെ ഇന്നസെന്റിനോട് പൊട്ടിക്കും, ഞാൻ ഇപ്പൊ പൊട്ടിക്കും, അവസാനം പൊട്ടിച്ചിട്ട് ഒന്നും നടക്കാത്തത് പോലെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കുത്തുപാള എടുത്ത് തെണ്ടി തിരിഞ്ഞ് നിന്നാലും ഡയലോഗിന് ഒരു കുറവുമില്ല.